നമസ്കാരം. ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ എത്തിക്കാനുള്ള നാസയുടെ ചരിത്രപരമായ ആർടെമിസ് 2 ദൗത്യം നിർണായക ഘട്ടത്തിലേക്ക്. ദൗത്യത്തിന്റെ ഭാഗമായി SLS റോക്കറ്റിന്റെ രണ്ടാമത്തെ വെറ്റ് ഡ്രസ് റിഹേഴ്സൽ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ ആരംഭിച്ചിരിക്കുന്നു. യഥാർത്ഥ വിക്ഷേപണത്തിന് മുൻപുള്ള ഒരു ഫുൾ ഡ്രസ് റിഹേഴ്സലാണ് ഇത്. റോക്കറ്റിൽ ഇന്ധനം നിറയ്ക്കുന്നത് മുതൽ കൗണ്ട് ഡൗൺ അവസാന നിമിഷം വരെ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഈ പരീക്ഷണത്തിൽ ഉണ്ടാകും. എൻജിൻ സ്റ്റാർട്ട് ചെയ്യില്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ പ്രക്രിയയും വിക്ഷേപണത്തിന് തുല്യമായിരിക്കും. ഇന്ധന ചോർച്ച പോലുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനാണ് ഇത് സഹായിക്കുന്നത്. നിലവിൽ റോക്കറ്റിന്റെ കോർ സ്റ്റേജിലും പ്രൊപ്പൽഷൻ സ്റ്റേജിലും സൂപ്പർ കോൾഡ് ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനും നിറയ്ക്കുന്ന ടാങ്കിംഗ് പ്രക്രിയ പുരോഗമിക്കുകയാണ്. ഏകദേശം 7 ലക്ഷം ഗാലൻ ഇന്ധനമാണ് റോക്കറ്റിലേക്ക് നിറയ്ക്കുന്നത്. ഫെബ്രുവരി 20 ഇന്ത്യൻ സമയം രാവിലെ 7 മണിയോടെ വിക്ഷേപണത്തിന്റെ കൃത്യമായ കൗണ്ട് പുനരാവിഷ്കരിച്ചുകൊണ്ടുള്ള പരീക്ഷണം നടത്തും. നേരത്തെ ഫെബ്രുവരി 3 നടന്ന ആദ്യ പരീക്ഷണത്തിനിടെ ഹൈഡ്രജൻ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് കൗണ്ട് ഡൗൺ 5-ാം മിനിറ്റിൽ നിർത്തിവച്ചിരുന്നു. തുടർന്ന് ഇന്ധന ഫിൽറ്ററിലെ തകരാറുകൾ പരീക്ഷിച്ച ശേഷമാണ് നാസ ഇപ്പോൾ രണ്ടാമത്തെ പരീക്ഷണത്തിന് മുതിർന്നിരിക്കുന്നത്. ഈ പരീക്ഷണം വിജയകരമായ 2026 മാർച്ചിൽ ആർടെമിസ് 2 വിക്ഷേപണത്തിനായി നാസ ലക്ഷ്യമിടുന്നത്. മനുഷ്യനെ വഹിച്ചുകൊണ്ട് 50 വർഷത്തിന് ശേഷം ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യ ദൗത്യമാണിതെന്ന പ്രത്യേകതയും ഉണ്ട്. കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നീ 4 ബഹിരാകാശ സഞ്ചാരികളാണ് ഈ 10 ദിവസത്തെ ചന്ദ്രയാത്രയിൽ പങ്കാളികളാകുന്നത്. ചന്ദ്രനെ ഭ്രമണം ചെയ്ത് തിരികെ വരുന്ന ഈ ദൗത്യം വിജയിച്ചാൽ മാത്രമേ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന ആർടെമിസ് 3 ദൗത്യത്തിലേക്ക് നാസ കടക്കുകയുള്ളൂ. പരീക്ഷണത്തിന്റെ ഫലങ്ങളെക്കുറിച്ച് ഫെബ്രുവരി 20 രാത്രി 9:30 നാസ ഔദ്യോഗിക വാർത്താ സമ്മേളനം നടത്തും. ഭൂമിയുടെ ഭ്രമണപഥത്തിന് അപ്പുറത്തേക്ക് മനുഷ്യൻ വീണ്ടും യാത്ര തിരിക്കുമ്പോഴുള്ള സുരക്ഷാ സംവിധാനങ്ങളും ആശയവിനിമയ ശേഷിയുമാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത്. 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ആദ്യമായാണ് മനുഷ്യൻ ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രന്റെ പരിസരത്തേക്ക് യാത്ര തിരിക്കുന്നത്. അപ്പോളോ ദൗത്യത്തിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ആധുനികമായ സാങ്കേതിക വിദ്യകളും ദീർഘകാല ബഹിരാകാശത്തേക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളുമാണ് ആർടെമിസ് ദൗത്യത്തിൽ പരീക്ഷിക്കപ്പെടുന്നത്. നാസ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ റോക്കറ്റാണ് SLS. ഏകദേശം 32 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഈ റോക്കറ്റിന് 8.8 ദശലക്ഷം പൗണ്ട് ട്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. ഇത് വിക്ഷേപണ സമയത്ത് പുറത്തുവിടുന്ന ഊർജം സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഭാരമുള്ള 31 വിമാനങ്ങൾ ഒരേ സമയം പറന്നുയർന്നതിന് തുല്യമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.